നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളമശ്ശേരിയും കൊച്ചിയും പ്രവചനാതീതം. രണ്ട് മണ്ഡലങ്ങളിലും UDF-നും LDF-നും ആശങ്കയുണ്ട്. കളമശ്ശേരിയിൽ UDF-ന് വിജയപ്രതീക്ഷയുണ്ട്. വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്ന LDF ആശങ്കയിലാണ്. കൊച്ചി മണ്ഡലത്തിലും LDF-ന് ആശങ്കയുണ്ട്. ആദിൽ പാലോട് ചേരുന്നു. ആദിൽ, പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് പ്രകാരം അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്ന 5 ജില്ലകളിൽ ക്വീൻ സ്വീപ്പ് എന്ന് പറയുമ്പോൾ അതിൽ എറണാകുളം മുഴുവനായും തൂത്തങ്ങ് വാരുമെന്നാണ് VD സതീശൻ പറഞ്ഞിട്ടുള്ളത്. ഈ കളമശ്ശേരി അത് LDF-ന് ഒരു മന്ത്രിയാണ് മത്സരിക്കുന്നത് എന്നുള്ളതൊക്കെ പ്രത്യേകതകളാണ്. അപ്പോൾ എന്താണ് UDF ക്യാമ്പിന്റെ വിലയിരുത്തൽ? LDF-ന് എന്താണ് ഇപ്പോൾ ഒരു ആശങ്ക? കളമശ്ശേരിയിൽ വലിയ വിജയമുണ്ടാകും എന്നായിരുന്നു P. രാജീവിന്റെ ആത്മവിശ്വാസം. LDF-ൽ നിന്ന് സിറ്റിംഗ് മന്ത്രി P. രാജീവ് മത്സരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അങ്ങനെ വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്താണ് അവസാന ലാപ്പിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ വോട്ടിംഗ് കഴിയുമ്പോഴുള്ള കണക്കെടുപ്പിലെ പ്രാഥമിക വിലയിരുത്തൽ ഒരുപക്ഷെ പിന്നിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതിന് പ്രധാനമായും അബ്ദുൽ ഗഫൂർ UDF-ന്റെ ലീഗിന്റെ സ്ഥാനാർത്ഥി ആദ്യഘട്ടത്തിൽ ഒരു ചലനമൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. പക്ഷേ അവസാന ഭാഗത്തേക്ക് വന്നപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതൽ ക്രോഡീകരിക്കാനും കൂടുതൽ ശേഖരിക്കാനും കഴിഞ്ഞു എന്നുള്ള വിലയിരുത്തൽ CPM-ന് തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതെങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. BJP വോട്ടുകൾ ഏതെങ്കിലും ഭാഗത്തേക്ക് പോകുമോ എന്ന സംശയവുമുണ്ട്. ഏതായാലും P. രാജീവിനെ സംബന്ധിച്ചിടത്തോളം അത്ര ആശാവഹമായ റിപ്പോർട്ടുകളല്ല കളമശ്ശേരി മണ്ഡലത്തിൽ CPM-ന്റെ കയ്യിലുള്ളത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കളമശ്ശേരി ഒരു മന്ത്രി തോൽക്കുന്നു എന്ന് വന്നാൽ അത് വളരെ ഒരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും അഭിമാന പ്രശ്നമായി അത് മാറുകയും ചെയ്യും. മറ്റൊന്ന് കൊച്ചി മണ്ഡലമാണ്. നെക്ക് ടു നെക്ക് ഫൈറ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന എറണാകുളത്തെ 2 മണ്ഡലങ്ങൾ, അത് കൊച്ചിയും ഒന്ന് കളമശ്ശേരിയുമാണ്. കൊച്ചി മണ്ഡലത്തിൽ KJ മാക്സി മൂന്നാമതും മത്സരിക്കുന്നു. അതിന് പകരമായ മണ്ഡലം പിടിച്ചെടുക്കാൻ DCC പ്രസിഡന്റ് ഷിയാസിനെയാണ് നിയോഗിക്കുന്നത്. സംഘടനാ സംവിധാനം മുഴുവൻ അവിടെ പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടു. എണ്ണയിട്ട യന്ത്രം പോലെ ഒരുപക്ഷെ കോൺഗ്രസ് ഒന്നടങ്കം അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. പക്ഷേ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ UDF-ന് അല്പം നിരാശ നൽകുന്ന കണക്കുകളാണ് വരുന്നത്. KJ മാക്സിയുടെ ജനസമ്മതി, ജനപ്രീതി അത് കൂടുതൽ വോട്ടുകളായി മാറിയാൽ UDF-ന് ആശാവഹമായ ഒരു ഫലമായിരിക്കില്ല വരിക എന്ന് അവർ കരുതുകയും ചെയ്യുന്നു. ഏതായാലും 2 മുന്നണികളെ സംബന്ധിച്ചിടത്തോളം നിരാശയും പ്രതീക്ഷയും ഒക്കെ നൽകുന്ന സ്ഥിതിയാണ്, പ്രവചനാതീതമായ സ്ഥിതിയാണ് കളമശ്ശേരിയിലും കൊച്ചിയിലുമുള്ളത്. റോഷ്നി, ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രവചിക്കാൻ കഴിയാത്ത ഇടങ്ങളിലെ കാര്യമറിയാൻ കൂടുതൽ ആകാംക്ഷയാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. മെയ് 4-ന് അറിയും എന്ത് സംഭവിക്കുമെന്നുള്ളത്.